നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് MLA രമേശ് പിഷാരടി നാടിന് അപമാനമെന്ന് യുവമോർച്ച. MLAക്കെതിരെ യുവമോർച്ചയുടെ പന്തംകുളത്തി പ്രകടനം പാലക്കാട്. പ്രതിഷേധം സിനിമാ നടിയോടുള്ള ഫോൺ സംഭാഷണത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം ആരോപിച്ച് പീഡകരുടെയും സ്ത്രീവിരുദ്ധരുടെയും ഷെൽട്ടർ ഹോമായി പാലക്കാടിനെ കോൺഗ്രസ് മാറ്റിയെന്നും പൊതുജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ദുരൂഹ സാഹചര്യത്തിൽ വടനാകുറിശി പൊയിലൂരിൽ വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം പുരുഷന്റേത്. മൃതദേഹം കണ്ടെത്തിയത് AS നിലയത്തിൽ ജയന്തിയുടെ വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ. ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റ് വിഭാഗം പരിശോധന നടത്തി. ഷൊർണൂർ CI വിഷ്ണുവിന് അന്വേഷണ ചുമതല. ആത്മഹത്യയാണോ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമായി പറയാൻ കഴിയൂവെന്ന് പോലീസ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളുടെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയായി മാറിയിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രധാനമന്ത്രിക്ക് പങ്കുണ്ടെന്നും ബിനു ചുള്ളിയിൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ തൃശൂർ അതിരൂപത. എന്ത് പ്രതിഷേധമുണ്ടായാലും വേതനം വർദ്ധിപ്പിക്കുന്നതുവരെ സമരമെന്ന് UNA. രാസവളത്തിന്റെ ദൗർലഭ്യവും വിലവർദ്ധനയും. രാസവളം ലഭിക്കണമെങ്കിൽ നിബന്ധനകളും കർഷകരെ വട്ടം കറക്കുന്നു എന്ന് പരാതി. ഇത്തരം നിയമക്കുരുക്കുകൾ ഭൂരിഭാഗം കർഷകരെയും കൃഷിയിൽ നിന്ന് അകറ്റുന്നതായും കർഷകർ. ഷൊർണൂർ റെയിൽവേ സബ് ഡിവിഷണൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. ആവശ്യമുന്നയിച്ച് അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ആശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ. ഒരു ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്നും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും ഓഫീസ് ക്ലർക്കിന്റെയും ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. പാലക്കാട് MLA രമേശ് പിഷാരടി നാടിനെ അപമാനമെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ യുവമോർച്ച പന്തംകുളത്തി പ്രകടനം നടത്തി. സിനിമാ നടിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് എതിരെയായിരുന്നു പ്രതിഷേധം. പീഡകരുടെയും സ്ത്രീവിരുദ്ധരുടെയും ഷെൽട്ടർ ഹോമായി പാലക്കാടിനെ കോൺഗ്രസ് മാറ്റിയെന്നും പൊതുജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. സിനിമാ നടിയുമായുള്ള ഫോൺ സംഭാഷണത്തിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് എതിരെയായിരുന്നു പ്രതിഷേധം. പീഡകരുടെയും സ്ത്രീവിരുദ്ധരുടെയും ഷെൽട്ടർ ഹോമായി പാലക്കാടിനെ കോൺഗ്രസ് മാറ്റിയെന്നും പൊതുജനങ്ങളോട് കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. കോൺഗ്രസുകാർ അടുത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ വാക്ക് ഇത്രത്തോളം അറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. രാഹുൽ എവിടെ നിന്നും നിർത്തിയോ അവിടെ നിന്നാണ് പാലക്കാടിന്റെ MLA ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ആദ്യം നമ്പർ 1 മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്പർ 2 പാലക്കാട് നഗരസഭാ കൗൺസിലർ, ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല, ജയിലിൽ കിടക്കുകയാണ്. നഗരസഭാ കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭ്. ഇപ്പൊ മൂന്നാമത് പാലക്കാട് നിലവിലെ MLAയുടെ ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. BJP ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം അഞ്ചുവിളക്കിൽ സമാപിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ആഞ്ജിത്ത് വിജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി K ഷിനു, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് G അജേഷ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറിമാരായ റിദിൻ, ശ്രേയസ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് C മധു, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിത മേനോൻ, BJP IT സെൽ കൺവീനർ സുനിൽ, സോഷ്യൽ മീഡിയ കൺവീനർ ബാബു വെണ്ണക്കര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദുരൂഹ സാഹചര്യത്തിൽ വടനാകുറിശി പൊയിലൂരിൽ വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. AS നിലയത്തിൽ ജയന്തിയുടെ വീട്ടിലെ തെങ്ങിൻ ചുവട്ടിലാണ് ചൊവ്വാഴ്ച രാവിലെ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഷൊർണൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മരണകാരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട പൊയിലൂർ ALP സ്കൂളിന് സമീപത്തായാണ് സംഭവം. AS നിലയത്തിൽ ജയന്തിയുടെ വീട്ടിലെ തെങ്ങിൻ ചുവട്ടിലാണ് ചൊവ്വാഴ്ച രാവിലെയോടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ജയന്തി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മകനും മരുമകളും കഴിഞ്ഞ ദിവസം മരുമകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം വാതിൽ തുറന്ന് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജയന്തി പണവും ടാബ്ലറ്റും കവറുകളും ആദ്യം കാണുകയായിരുന്നു. സംശയം തോന്നിയപ്പോൾ ആദ്യം സമീപവാസികളെ വിവരം അറിയിച്ചു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വീട്ടുമുറ്റത്തിനോട് ചേർന്ന തെങ്ങിൻ ചുവട്ടിൽ
കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കാണാനായത്. പരിസരവാസികൾ ഉടൻ വിവരം ഷൊർണൂർ പോലീസിൽ അറിയിച്ചതോടെ SI അശ്വിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. പുരുഷന്റേതാണ് മൃതദേഹം. തിരിച്ചറിയാനാവാത്ത രീതിയിൽ കമിഴ്ന്ന നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഷൊർണൂർ DYSP സജു K എബ്രഹാം, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വിജയകുമാർ, ഷൊർണൂർ CI വിഷ്ണു എന്നിവരും വീട്ടിലെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം, ഫിംഗർ പ്രിന്റ് വിഭാഗം എന്നിവയും പരിശോധന നടത്തി. മുറ്റത്ത് കിടന്നിരുന്ന കർച്ചീഫിൽ നിന്നും മണം പിടിച്ച നായ തെങ്ങിൻ ചുവടിന് സമീപവും വീടിനു ചുറ്റും പോയി ഗേറ്റിനെ പുറത്തേക്ക് റോഡ് വഴി അല്പദൂരം ചെന്ന് നിൽക്കുകയായിരുന്നു. അതേസമയം ജയന്തിയുടെ ബന്ധുവായ കൊണ്ടൂർക്കരയിലുള്ള ചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ആളാണോ മരണപ്പെട്ടതെന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ആളെ തിരിച്ചറിയാൻ DNA അടക്കമുള്ള എല്ലാവിധ പരിശോധനയും പോലീസ് നടത്തിവരികയാണ്. CI വിഷ്ണുവിനാണ് അന്വേഷണ ചുമതല. മരണകാരണം ആത്മഹത്യയാണോ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമായി അറിയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനാൽ പോലീസ് എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണ്. മരണവിവരം അറിഞ്ഞ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അടക്കമുള്ള ജനപ്രതിനിധികളും പ്രദേശനിവാസികളും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളുടെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയായി മാറിയിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രധാനമന്ത്രിക്ക് പങ്കുണ്ടെന്നും ബിനു ചുള്ളിയിൽ കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നിന്നും സ്ത്രീകളടക്കം നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസുകാരും മുതിർന്ന പ്രവർത്തകരും അടങ്ങുന്ന വൻ പ്രതിഷേധ മാർച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് ആരംഭിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡ് ചുറ്റിയ മാർച്ച് പിന്നീട് ചേലക്കര പോലീസ് തടയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പങ്കുണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇങ്ങനെയുണ്ടോ ഒരു ഭരണകൂടം? 20 വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് മരണപ്പെട്ടു. നരേന്ദ്രമോദിയെ കൊണ്ട്, ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് ഇതിന് കണക്ക് പറയിക്കാതെ കേരളത്തിലെ, ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസ് ഒരിഞ്ച് മാറുകയില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിദ്യാർത്ഥികളുടെ കാലനെ പോലെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ എമരാജിനെ പോലെ പെരുമാറുകയാണ്. രക്തം കുടിക്കുന്ന ഡ്രാക്കുളയെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇതിനൊന്നും ഒരു മറുപടിയുമില്ല. ഞങ്ങളുടെയൊക്കെ ഇടയ്ക്കുള്ള മീറ്റിങ്ങുകൾ ഞങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഇസ്ലാം മതധാരിയുടെ പേര് ഈ 2016 ആണ്ട് മുതൽ 2026 ആണ്ട് വരെ പല ഘട്ടങ്ങളിൽ ചോർന്ന ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും പേരുണ്ടായിരുന്നെങ്കിൽ ഇവർ എന്ത് പുകലായിരിക്കും ഇവിടെ നടത്തുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തുവാൻ നരേന്ദ്രമോദി ഭയപ്പെടുന്നത്? ചേലക്കര നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ശിവൻ വീട്ടിൽക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുറഹ്മാൻ, MM മിഥുൻ, ശ്രീജേഷ് നരിപ്പറ്റ, അർഷാദ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, അംഗങ്ങളായ ഗീത ഉണ്ണികൃഷ്ണൻ, മിനി ജനാർദ്ദനൻ, ജാൻസി അബ്രഹാം തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു. സുരേഷ് കലാമണ്ഡലം സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് NP വിപിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ UN നഴ്സുമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ തൃശൂർ അതിരൂപത. എന്ത് പ്രതിഷേധമുണ്ടായാലും വേതനം വർദ്ധിപ്പിക്കുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്ന് UNAയും വ്യക്തമാക്കി. ൂറ്റി ദിവസത്തിലേക്ക് എത്തുകയാണ് തൃശൂരിലെ UNA സമരം. വേതന വർധനവ് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിൽ സമവായ ചർച്ചകൾ പലതും നടന്നെങ്കിലും ഇതുവരെയും ഫലം കണ്ടില്ല. അതിരൂപത ആസ്ഥാനത്തേക്ക് പോലും നഴ്സുമാരുടെ പ്രതിഷേധം എത്തിയതോടെ സഭയും വിശ്വാസികളെ രംഗത്തിറക്കുകയാണ്. ഇന്ന് വൈകിട്ട് സഭയുടെ നേതൃത്വത്തിൽ വൈദികരെയും വിശ്വാസികളെയും പങ്കെടുപ്പിച്ചു പ്രതിഷേധ വിശദീകരണ യോഗം നടക്കും. എന്നാൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് നഴ്സുമാർ പറയുന്നത്.
ഇന്നലെ വൈകിട്ട് മുതൽ അമല ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാരുടെ രാപ്പകൽ സമരം ആരംഭിച്ചു. വേതന വർധനവ് നടപ്പാക്കിയില്ലെങ്കിൽ ജില്ലയിലെ നഴ്സുമാരും സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ രോഗികളെ മാറ്റാൻ 48 മണിക്കൂറാണ് UNA നൽകിയിട്ടുള്ളത്. അതിനുശേഷം നഴ്സുമാരെല്ലാം സമരത്തിലേക്ക് ഇറങ്ങാനാണ് തീരുമാനം. സമരം നീണ്ടാൽ സംസ്ഥാന വ്യാപക പണിമുടക്കിലേക്ക് കടക്കുമെന്നും UNA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാസവളത്തിന്റെ ദൗർലഭ്യവും വിലവർധനയും വളം ലഭിക്കണമെങ്കിൽ നിബന്ധനകളും കർഷകരെ വട്ടം കറക്കുന്നു. ഇത്തരം നിയമക്കുരുക്കുകൾ ഭൂരിഭാഗം കർഷകരെയും കൃഷിയിൽ നിന്നും അകറ്റുകയാണ്. മാത്തൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. അവശ്യ സമയത്ത് രാസവളത്തിന്റെ ദൗർലഭ്യവും അനിയന്ത്രിതമായ വിലവർധനയും രാസവളം ലഭിക്കണമെങ്കിൽ സർക്കാർ ഉണ്ടാക്കിവെച്ച പുതിയ നിബന്ധനകളും കർഷകരെ വട്ടം കറക്കുന്നു. ഇത്തരം നിയമക്കുരുക്കുകൾ ഓർത്ത് ഭൂരിഭാഗം കർഷകരും നെൽകൃഷിയോട് വിട പറയുന്നതായും വ്യാപക പരാതി ഉയർന്നിട്ടുണ്ട്. രാസവളം ലഭിക്കണമെങ്കിൽ കർഷകൻ തന്റെ കൃഷിസ്ഥലത്തിന്റെ എല്ലാ രേഖകളും സഹിതം പ്രത്യേക ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. ഇതിന് സ്മാർട്ട് ഫോൺ വേണം. എല്ലാ കർഷകർക്കും സ്മാർട്ട് ഫോൺ സൗകര്യം ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ പ്രായം ചെന്ന കർഷകർക്ക് ഉപയോഗിക്കാൻ അറിയണമെന്നില്ല. ഇത് കർഷകർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ പൂർത്തീകരിച്ചാലും രാസവളം ലഭിക്കണമെങ്കിൽ കർഷകർ ഡീലറുടെ മുന്നിൽ ചെന്ന് വിരൽ പതിക്കണം. ഇതിനൊക്കെ പുറമെ ഏറ്റവും വലിയ പ്രശ്നം കർഷകർക്ക് ആവശ്യമുള്ള രാസവളം മാത്രം അപേക്ഷിച്ചാൽ ലഭിക്കില്ല. മറിച്ച് എല്ലാ വളങ്ങളും ഒന്നിച്ചെടുക്കണമെന്നാണ് നിബന്ധന. നടീൽ കഴിഞ്ഞ് 1 മാസത്തോളമായി. ഇപ്പോൾ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ടത് ഫാക്ടം ഫോസ് ആണ്. എന്നാൽ ഇത് മാത്രം ആവശ്യപ്പെട്ടാൽ ലഭിക്കില്ല. ഇതിനോടൊപ്പം യൂറിയ, പൊട്ടാഷ് എന്നിവയും എടുക്കണം. ആവശ്യമായ വളം എടുക്കാൻ തന്നെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വളം അടിച്ചേൽപ്പിക്കുന്നത് കർഷകരോട് ചെയ്യുന്ന കൊടും ദ്രോഹമാണെന്നും ഇത് നിലവിലുള്ള കർഷകരെ കൂടി കൃഷിയിൽ നിന്നും അകറ്റുന്ന നിലപാടാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും മാത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ G. ശിവരാജനും കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PV പങ്കജാക്ഷനും ആവശ്യപ്പെട്ടു. ഈ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തെങ്കിലേ കൃഷിക്കാർക്ക് വളം ലഭ്യമാക്കൂ എന്നുള്ളൊരു നിലപാടുമായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് സ്മാർട്ട് ഫോൺ വേണം. അതുപോലെ തന്നെ കൃത്യമായ ഏക്കർ സെൻറ്റ് ഉള്ളതിനെ കുറിച്ച് അതിൻ്റെ സർവേ നമ്പർ കൊടുക്കണം. അങ്ങനെ 100 കൂട്ടം തലവേദനയാണ്. ഇതിപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിന് വളം വാങ്ങാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫോർമാലിറ്റീസ്. അത് വലിയ പ്രതിസന്ധി കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വളം സബ്സിഡി കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നേരിട്ട് കമ്പനിക്ക് നൽകി ആവശ്യാനുസരണം കൃഷിക്കാർക്ക് വളം ലഭ്യമാക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിനൊരു നിയന്ത്രണം ഏർപ്പിക്കുകയും ആവശ്യത്തിന് വളം സമയബന്ധിതമായി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നൂതനമായ സാങ്കേതിക വിദ്യയൊന്നും അറിയാത്ത പാവപ്പെട്ട കർഷകർ വളരെയേറെ നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പോൾ കൃഷി ഇറക്കി അവർക്ക് വേണ്ട സമയത്ത് വളപ്രയോഗം നടത്താൻ കഴിയാതെ വന്നാൽ ഈൽഡ് വളരെ കുറയും. കാലവർഷം തന്നെ ബുദ്ധിമുട്ടി ഇപ്പോൾ വിളവിറക്കാൻ വൈകുന്ന അല്ലെങ്കിൽ വിരിപ്പ് കൃഷി ഇറക്കാൻ വൈകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി. അത് പൂർണ്ണമായി ഒഴിവാക്കി സമയബന്ധിതമായിട്ട് കൃഷിക്കാരന് ആവശ്യാനുസരണം വളം ലഭ്യമാക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഗവൺമെൻറ് തയ്യാറാവാത്തത് വലിയ ബുദ്ധിമുട്ട് കൃഷിക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷി തന്നെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൃഷി ഒരു നഷ്ടക്കച്ചവടമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വളരെ ഗുരുതരമായി കൃഷിക്കാരനെ ബാധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ സബ് ഡിവിഷൻ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നഴ്സുമാരുടെയും ജീവനക്കാരുടെയും ഓഫീസ് ക്ലർക്കിന്റെയും ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും ആവശ്യം. റെയിൽവേ മെഡിക്കൽ മാനുവൽ പ്രകാരം വനിതാ ഡോക്ടർ വേണമെന്ന നിബന്ധന പാലിച്ച് വനിതാ ഡോക്ടറെ നിയമിക്കുക, നഴ്സുമാരുടെയും ജീവനക്കാരുടെയും ഓഫീസ് ക്ലർക്കിന്റെയും ഒഴിവുകൾ നികത്തുക, മരുന്ന് വാങ്ങാനുള്ള കാലതാമസം ഒഴിവാക്കാൻ ആവശ്യത്തിന് കമ്പ്യൂട്ടറുകളും കൗണ്ടറും തുറന്നു പ്രവർത്തിപ്പിക്കുക, ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ ലോക്കൽ പർച്ചേസ് മൂലം വാങ്ങി നൽകുക, ആശുപത്രി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ചോർച്ച തടയുക, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ആശുപത്രിയിൽ ഉറപ്പുവരുത്തുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. CGPA സംസ്ഥാന സെക്രട്ടറി TN വെങ്കിടേശ്വരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, ഇവിടുത്തെ വർക്ക് ബ്രാഞ്ചാണ് ചെയ്യേണ്ടത്. അവരോട് ഞങ്ങൾ പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. കൂടുതൽ നിലവിലുള്ള ഡോക്ടർമാർക്ക് കൂടെ ഒരു ലേഡി ഡോക്ടർ വേണം എന്നുള്ള നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ ശക്തമായി ഇവിടുത്തെ ACMSന് ആവശ്യപ്പെടാവുന്നതാണ്. അതിന്റെ പിന്നിൽ ഇവിടുത്തെ പെൻഷൻ സമൂഹം, ഇവിടുത്തെ മുതിർന്ന പൗരന്മാർ നിങ്ങളുടെ ഒപ്പമുണ്ടാവും. ഞങ്ങളെ മാറ്റി നിർത്തി, ഞങ്ങളെ കൂട്ടി നിർത്തി നിങ്ങൾ ഇത് ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാകും.
SCFWA മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. C മധുസൂദനൻ, M ജ്യോതി വെങ്കിടാചലം, KK കേശവൻ, R മണി എന്നിവർ സംസാരിച്ചു. SCFWA ട്രഷറർ N ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് ബൈക്ക് യാത്രികനെ ആക്രമിച്ച് പണം തട്ടിപ്പറിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മണപ്പാടം സ്വദേശിയായ 40 വയസ്സുള്ള നസീറിനെയാണ് പാലക്കാട് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് വടക്കഞ്ചേരി സൗത്ത് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായ നസീർ. ഇനി ഈ കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. പാലക്കാട് ടൗൺ സൗത്ത് SI അജാസുദ്ദീൻ, ഷബീബ് റഹ്മാൻ, ASI സജി, നസീമ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജീദ്, ഷാലു, അനിൽകുമാർ, ബാലകൃഷ്ണൻ, പ്രദീപ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലൂർ പറളി പാലക്കാട് റൂട്ടിൽ KSRTC ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോണിന് നാട്ടുകാർ നിവേദനം നൽകി. വർഷങ്ങൾക്ക് മുൻപ് ഇതുവഴി സർക്കാർ ബസ് നടത്തിയിരുന്നതായും പിന്നീട് ഈ സർവീസ് നിലച്ചതായി നാട്ടുകാർ മന്ത്രിയെ ധരിപ്പിച്ചു. ദിനംപ്രതി കല്ലൂർ മേഖലയിലെ 1000-ഓളം വരുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും യാത്രാക്ലേശം നേരിടുന്നുണ്ട്. നിരവധി സാധാരണക്കാരായ സ്ത്രീകൾക്ക് പ്രിയദർശിനി പോലുള്ള സർക്കാർ ബസ്സുകൾ ഏറെ പ്രയോജനകരമാകുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. മങ്കര പഞ്ചായത്തിൽപ്പെട്ട കല്ലൂർ, അരങ്ങാട്, കക്കോട്, മാങ്കുറിശി മേഖലയിലെ യാത്രക്കാരാണ് നിവേദനം നൽകിയത്. നാട്ടുകാരായ KK റഹിമാൻ, PM അപ്പുക്കുട്ടൻ, വിജയൻ കല്ലൂർ, ശംസുദ്ദീൻ മാങ്കുറിശി, നാസർ അരങ്ങാട്, S ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാലക്കാട്ടെത്തി മന്ത്രിക്ക് നിവേദനം നൽകിയത്. ശ്രീ CP ജോൺ അവർക്ക് കല്ലൂരിലെ നിവാസികൾ ഒരു പരാതി നിവേദനമായി സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ മന്ത്രി തീർച്ചയായും ഈ സർവീസ് പരിഗണിക്കാമെന്ന് ഉറപ്പും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര റെയിൽവേ സ്റ്റേഷനിലെ ഇരിപ്പിടങ്ങൾ കാട് കയറി നശിക്കുന്നതായി പരാതി. സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ യാത്രക്കാരുടെ ഇരിപ്പിടങ്ങൾക്കാണ് ചുറ്റുമാണ് കാട് മൂടിക്കിടക്കുന്നത്. ഇപ്പോഴും 6 തീവണ്ടികൾ ഇവിടെ നിർത്തി യാത്രക്കാരെ കയറ്റാറുണ്ട്. അത്യാവശ്യ യാത്രക്കാരും ഇവിടെ എത്താറുണ്ട്. യാത്രക്കാർക്ക് അല്പം വിശ്രമിക്കണമെന്ന് തോന്നിയാൽ ഇരിക്കേണ്ട ഇരിപ്പിടമൊക്കെ കാട് മൂടിക്കിടപ്പാണ്. കുപ്പിയും ചപ്പും ചവറും ചുറ്റും നിറഞ്ഞ് മലിനമായി കിടപ്പുണ്ട്. ഒരു സ്വകാര്യ വ്യക്തി ടിക്കറ്റ് നൽകാനായി മാത്രം വന്നു പോകാറുണ്ട്. കാലക്രമേണ മഴ നനഞ്ഞ് ഇടിഞ്ഞ് വീഴേണ്ട അവസ്ഥയിലാണ് റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനവും IV ദാസ് അനുസ്മരണവും ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൽ നടന്നു. NSS കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ EM സുരജ ഉദ്ഘാടനം ചെയ്തു. ഔപചാരികമായ അനുസ്മരണമൊക്കെ പിന്നീട് നടക്കും. ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് സാറ് അക്കാദമി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിക്കും. റിസർച്ചേഴ്സിനെയൊക്കെ സാറിന് വലിയ സ്നേഹമായിരുന്നു. ആ കാലത്താണ് ഞങ്ങൾക്ക് റിസർച്ചേഴ്സിന് ഭക്ഷണം കഴിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അന്ന് അക്കാദമിയിൽ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ കുറേ അതിന് മുന്നേയുള്ള ഭാരവാഹികളോടൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു ദിവസം പിന്നെ ഞാൻ ഭക്ഷണം കൊണ്ടുപോയി നിർത്തി, ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു ദിവസം സാറിനോട് ചോദിച്ചു, എന്താ ഭക്ഷണം കഴിച്ചില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞാൻ മാത്രമേ ഭക്ഷണം കൊണ്ടുപോകാതിരുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി C വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം E ചന്ദ്രബാബു, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KN സുകുമാരൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് I ഷാജു, സെക്രട്ടറി KP സുധീർ, വൈസ് പ്രസിഡന്റ് AA ഉഷാദേവി, T ഷിബു, MR മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ വാണിയംകുളം ത്രാങ്കാലിയിലെ മുല്ലക്കൽ കറുപ്പിൻ്റെയും മഞ്ജുളുടെയും വീടെന്ന സ്വപ്നം പൂവണിയുന്നു. 20 വർഷത്തിലേറെയായി ഒരു സുരക്ഷിതവുമില്ലാത്ത ഒറ്റമുറി വീട്ടിൽ അന്തിയുറങ്ങിയിരുന്ന ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള ആദ്യ ഗഡു തൊട്ടടുത്ത ദിവസം കൈമാറുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി കുടുംബത്തെ അറിയിച്ചു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഇവർക്ക് ലഭിക്കുന്ന 4 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു 40,000 രൂപയാണ് തൊട്ടടുത്ത ദിവസം കുടുംബത്തിന് കൈമാറുക. പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ, വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ ഉൾപ്പെടുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എത്തിയാണ് ഉടനെ തന്നെ തറപ്പണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനായി നിർദ്ദേശം നൽകിയത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ വീട് യാഥാർത്ഥ്യമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് കറുപ്പനും മഞ്ജുളയും അടങ്ങിയ കുടുംബം. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ PMAY അർഹത ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും വീട് ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. കറുപ്പനെയും കുടുംബത്തെയും പഞ്ചായത്ത് ഭരണസമിതി ചേർത്ത് അവഗണിച്ചിട്ടില്ല എന്നും ചേർത്ത് പിടിക്കുകയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ പറഞ്ഞു. ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല, അതെ ഞങ്ങൾ ചേർത്ത് നിർത്തും. തറപ്പണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇടപെടലുകളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറ്റിയടിക്കുമ്പോഴേക്കും ഫണ്ട്
അടുത്ത ആഴ്ചയിൽ തന്നെ ഒരു ദിവസം തരും. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണ്. നല്ല രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കറപ്പേട്ടന്റെ ഈ ചിരി കാണുക എന്നുള്ളത്. അതല്ല അല്ല ചിരി ഇപ്പൊ വരുന്നത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോ ഏറ്റവും കൂടുതൽ ചിരി വരിക എന്നുള്ളത്, കറപ്പേട്ട ചിരി വരിക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഇതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ KVR ഹൈസ്കൂളിലെ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരത്തോടനുബന്ധിച്ച് പഠനയാത്ര സംഘടിപ്പിച്ചു. 102 കുട്ടികളും 15 അധ്യാപകരും അടങ്ങുന്നതായിരുന്നു പഠനയാത്രാ സംഘം. പാലക്കാട് ജില്ലാ ലൈബ്രറി, കോട്ട, തസ്രാക്ക്, കൊല്ലങ്കോട്, പോത്തുണ്ടി ഡാം എന്നിവിടങ്ങളിലേക്കാണ് പഠനയാത്ര നടത്തിയത്. 102 കുട്ടികളും 15 അധ്യാപകരും പങ്കെടുത്തു. പ്രധാന അധ്യാപകൻ SP രാമപ്രസാദ്, വിദ്യാരംഗം കൺവീനർ UM ധന്യ, സ്റ്റാഫ് സെക്രട്ടറി E രഞ്ജിത്ത്, അധ്യാപകരായ PV രതീഷ്, SV ജിഷ, വന്ദന രാജേഷ്, PB ആരഭി, KT അനില, TM നീതു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ചമ്പ്രക്കുളം AIP സ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് തല വായനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MPTA പ്രസിഡന്റ് ചിത്ര അധ്യക്ഷത വഹിച്ചു. PTA കമ്മിറ്റി അംഗങ്ങളായ PK രാജേഷ്, P സെറീന, M ഫൗസിയ, N സജിത, അധ്യാപകരായ PS സുനിത, V വിനിത, MR രാഹുൽ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ സ്വാഗതവും അധ്യാപകനായ M ഷിഹബത്തുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് MLA രമേശ് പിഷാരടി നാടിന് അപമാനമെന്ന് യുവമോർച്ച. MLAക്കെതിരെ യുവമോർച്ചയുടെ പന്തംകുളത്തി പ്രകടനം പാലക്കാട്. പ്രതിഷേധം സിനിമാ നടിയോടുള്ള ഫോൺ സംഭാഷണത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം ആരോപിച്ച് പീഡകരുടെയും സ്ത്രീവിരുദ്ധരുടെയും ഷെൽട്ടർ ഹോമായി പാലക്കാടിനെ കോൺഗ്രസ് മാറ്റിയെന്നും പൊതുജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ദുരൂഹ സാഹചര്യത്തിൽ വടനാകുറിശി പൊയിലൂരിൽ വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം പുരുഷന്റേത്. മൃതദേഹം കണ്ടെത്തിയത് AS നിലയത്തിൽ ജയന്തിയുടെ വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ. ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റ് വിഭാഗം പരിശോധന നടത്തി. ഷൊർണൂർ CI വിഷ്ണുവിന് അന്വേഷണ ചുമതല. ആത്മഹത്യയാണോ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമായി പറയാൻ കഴിയൂവെന്ന് പോലീസ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളുടെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയായി മാറിയിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രധാനമന്ത്രിക്ക് പങ്കുണ്ടെന്നും ബിനു ചുള്ളിയിൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ തൃശൂർ അതിരൂപത. എന്ത് പ്രതിഷേധമുണ്ടായാലും വേതനം വർദ്ധിപ്പിക്കുന്നതുവരെ സമരമെന്ന് UNA. രാസവളത്തിന്റെ ദൗർലഭ്യവും വിലവർദ്ധനയും. രാസവളം ലഭിക്കണമെങ്കിൽ നിബന്ധനകളും കർഷകരെ വട്ടം കറക്കുന്നു എന്ന് പരാതി. ഇത്തരം നിയമക്കുരുക്കുകൾ ഭൂരിഭാഗം കർഷകരെയും കൃഷിയിൽ നിന്ന് അകറ്റുന്നതായും കർഷകർ. ഷൊർണൂർ റെയിൽവേ സബ് ഡിവിഷണൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. ആവശ്യമുന്നയിച്ച് അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ആശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ. ഒരു ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്നും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും ഓഫീസ് ക്ലർക്കിന്റെയും ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.